വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ജോലിക്ക് വരുന്നവർ മാക്സിമം, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബഹ്റൈനിലെ അമ്പലം. ഇവിടെയാണ് തീ പിടിച്ചത്. പാർട്ട് 1 വീഡിയോ കൂടി കാണുക, എന്നാലേ കൂടുതൽ വീഡിയോയെക്കുറിച്ച് മനസ്സിലാകുകയുള്ളൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ഇട്ടിട്ടേക്കാം. ഇത് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ വഴി. ഇത് നേരെ പോയി കഴിഞ്ഞാൽ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. ഇവിടെ നമുക്ക് അമ്പലത്തിലേക്ക് മാല കെട്ടാണ് ഉപയോഗിക്കുന്നത്. പൂവ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. തിരിയുണ്ട്, കർപ്പൂരം എല്ലാം ഇവിടെ കിട്ടും. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. അവിടെയാണ് അമ്പലം. അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മളുള്ളത്. ഇതാണ് അമ്പലത്തിൻ്റെ അകം ഭാഗമാണ്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മുമ്പോട്ട് വരാൻ നേരത്ത് കുറച്ച് പ്രാവുകൾ, വലിയൊരു വേപ്പിൻ്റെ മരമുണ്ട്, ആൽമരമുണ്ട്. അത് ഏകദേശം ഉണങ്ങിയെന്ന് തോന്നുന്നു. ഇവിടെയാണ് ചെരുപ്പ്, ഷൂസ് വയ്ക്കാനുള്ള സ്ഥലമാണിത്. ഈ ആൽമരം ഉണങ്ങിപ്പോയി. അപ്പുറത്ത് വലിയൊരു വേപ്പിൻ്റെ മരമുണ്ട്. ഇതാണ് ബഹ്റൈനിലെ അമ്പലം. ഇവിടെ ഒരു പ്രതിഷ്ഠ കാണാൻ സാധിക്കുന്നു. അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു തുളസിത്തറ. ഒരുപാട് പേര് പ്രാർത്ഥിക്കാനെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇത് അതിലേക്കൂടെയാണ് നമ്മൾ കയറി വന്നത്. ഇതിൻ്റെ ഉള്ളിലെ ഒരു ഭാഗങ്ങളാണിതെല്ലാം. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ കയറുന്നില്ല. പുറത്തിറങ്ങിയിട്ട് വേറെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതിന് പുറത്തിറങ്ങി പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പോകാം. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നടന്നു വന്നപ്പോഴത്തേക്ക് വേണ്ട 2 നാടൻ കോഴികൾ 2 എണ്ണം ഉണ്ട്. ഇതിൻ്റെ 2നെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഷോപ്പാണ്, പഴയ ഷോപ്പാണിത്. ഇവിടെ നമുക്കൊരു ജ്യൂസ് കട, അതേ കണക്ക് തന്നെ ഷവർമ്മ, ഇതെല്ലാം ഡ്രസ്സ് സെയിൽ ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ പരമ്പരാഗത രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ കച്ചവടം ചെയ്യുന്ന ഏരിയയാണിത്.
പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെമ്പ്, ബിരിയാണി ചെമ്പുകൾ. ഇവിടുന്ന് വരാൻ നേരത്ത് നല്ല കറുകപ്പട്ട. ഉണക്ക നാരങ്ങ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കുറച്ച് ടോയ്സ് ഇപ്പോഴൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഒരു കഫ്തീരിയ ഉണ്ട്. ഇവിടെയാണ് തീ പിടിച്ചത്. കടിക്കാനൊന്നും വേണ്ട, സുലൈമാനി മതി. അങ്ങാടി, ഇത് മാർക്കറ്റിനകത്തുള്ളൊരു ഷോപ്പാണ്. ബാഗ് ഉള്ള പെട്ടികൾ. ഇത് ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ, മുസല്ല. ഫുള്ള് തുണി കാര്യങ്ങളൊക്കെയാണുള്ളത്. നമുക്ക് തീ പിടിച്ച സ്ഥലത്തോട്ട് പോവാം. എല്ലായിടത്തും ഈ ഒരു സാധനങ്ങൾ കാണാൻ പറ്റും. ഉഴുന്ന് പരിപ്പ്, അല്ലാത്ത പരിപ്പ്, ഉരപ്പരിപ്പ്, സൺഫ്ലവർ സീഡ്, മുളക്, മല്ലി, സോയാബീൻ, വാൾനട്ട്, ഇത്രയും കടകളുണ്ട്. ഇങ്ങോട്ടെല്ലാം തുണിക്കടകളാണ്. എല്ലാം തീ പിടിച്ചായിരുന്നെങ്കിൽ മൊത്തം പോയേനെ. അതിന് മുന്നേ അവർ തീ അണച്ച്. ഇതാണ് ആ തീ പിടിച്ച സ്ഥലം. ഇവിടെ പോലീസിൻ്റെ ബാരിക്കേഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഏരിയയിലോട്ട് മൊത്തം ഇനിയിപ്പം ഇതങ്ങോട്ടൊക്കെ തീ പിടിച്ചായിരുന്നെങ്കിൽ ഫുള്ള് പോയേനെ. ഒരുപാട് നാശനഷ്ടം സംഭവിച്ച് പോയേനെ. ഇതിപ്പം എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് എല്ലാം ഇവിടെ നിന്ന് ക്ലിയർ ആക്കുന്നുണ്ട്. ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. പിന്നെ മുന്നത്തെ സൈഡ് ഫുള്ള് തീ പിടിച്ച് പോയതാണ്. ബഹ്റൈൻ്റെ മെയിനായിട്ടുള്ള സ്ഥലമാണ് ഈ മനാമ മാർക്കറ്റ്. ബഹ്റൈനിലുള്ള എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും മനാമയിൽ നിന്നാണ് അധികമായിട്ട് കൂടുതൽ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ആ തീപിടുത്തത്തിന് നശിച്ച സ്ഥലങ്ങൾ. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് എല്ലാം ഇപ്പം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂക്കിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ട്. പഴയ തനിമയിൽ ഇത് സൂക്ക് പുതുക്കി പണിയാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ തീപിടുത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മരണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വീട്ടിലാണ് അധികമായിട്ട് മരണം സംഭവിച്ചത്. ഇവിടെ അതിന് മുന്നേ ആൾക്കാർക്ക് എസ്കേപ്പ് ആവാൻ വേണ്ടിയുള്ളൊരു അവസരം ഉണ്ടായിരുന്നു, ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഡെത്തൊന്നും സംഭവിച്ചിട്ടില്ല വലുതായിട്ട്. ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് ഗവൺമെൻറ് പുറത്ത് വിട്ടിട്ടില്ല. നല്ല ചൂടാണ്. വേണ്ട ടോയ്സ് കാര്യങ്ങൾ, ബാഗ്, ട്രഡീഷണലായിട്ടുള്ള കന്തൂറ. ഇനി അങ്ങോട്ട് കാണാം.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഗോൾഡ് സിറ്റിയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഗോൾഡ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വല്ലറി മാത്രം, സ്വർണ്ണക്കടകൾ മാത്രമുള്ള ഒരു മാളാണ്. ഒരുപാട് ജ്വല്ലറി കാര്യങ്ങളൊക്കെ ഉണ്ട്. മസ്റ്റായിട്ട് വീഡിയോ കാണുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല സൈഡിലുള്ള ബെൽ ഓപ്ഷനിൽ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് വെക്കുക. അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.